ശ്രീ ടി പി അഷ്റഫ്. മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി നിലവിൽ എംപാനൽഡ് ഷൂട്ടർമാർ ഉണ്ട്. എന്നാൽ അവരുടെ ഷോർട്ടേജ് വളരെ അധികമാണ് സർ. ഇത്തരം ആളുകളുടെ എംപാനൽ ഷൂട്ടർമാരെ വർദ്ധിപ്പിക്കാൻ വനംവകുപ്പിന് പദ്ധതിയുണ്ടോ? നിലവിൽ തന്നെ ഒരുപാട് ലൈസൻസ് അനുമതി കിട്ടാതെ പെൻഡിങ് ആവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ 200 റൗണ്ട്സാണ് പെർ ഇയർ അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് തന്നെ റേഞ്ചർമാർ 100 എണ്ണമേ അനുവദിക്കുന്നുള്ളൂ, ഫസ്റ്റിൽ 50 എണ്ണേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലൊക്കെയുള്ള വലിയ പ്രതിസന്ധി മൂലം ഈ കാട്ടുപന്നികളുടെ ആക്രമണം തടയാൻ കൃത്യമായി കഴിയുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇതിലൊന്നും ഇടപെടാൻ സാധിക്കും സർ? വനംവകുപ്പിൻ്റെ തന്നെ കണക്ക് കാട്ടുപന്നി കാട്ടിനുള്ളതിനേക്കാൾ കൂടുതൽ കാട്ടിൻ്റെ പുറത്താണ്. എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി എന്ന് പേരേ ഉള്ളൂ, പ്രസവിച്ചതും ജീവിച്ചതും വളർന്നുമൊക്കെ നാട്ടിൽ തന്നെയാണ് സാധാരണ എൻ്റെ സ്ഥിതി. അന്നേരം ഒരു ശല്യമാണ്. അതിനെ വെർമിനായി പ്രഖ്യാപിക്കാൻ പല ആവർത്തി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ട് അവിടുന്ന് കിട്ടിയിട്ടില്ല. ഷൂട്ടേഴ്സിൻ്റെ ഒരു പോരായ്മയുണ്ട് സർ, പല പഞ്ചായത്തുകളിലും ഷൂട്ടേഴ്സ് ഇല്ല. അതേസമയത്ത് ഈ പറഞ്ഞതുപോലെ ലൈസൻസ് കൊടുക്കണമെന്നൊരു ആവശ്യം ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറേ കാലമായി ഗൺ ലൈസൻസ് ഒട്ട് കൊടുക്കുന്നുമില്ല. അന്നേരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കർഷകരുടെ കൈ കെട്ടിയിട്ടുകൊണ്ടാണ് ഇതിനെ നേരിടാൻ പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഇത്തരം ഗൺ ലൈസൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വൈൽഡ് ലൈഫും പ്രകൃതിയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ സാർ. അതിൻ്റെ ഇതോടെ നോക്കിയിട്ട് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് ഗവൺമെൻറ്റായിട്ട് അത് കാര്യത്തിൽ തീരുമാനിക്കും. നമുക്കെല്ലാവരുടെയും സഹകരണമാണ്. റൈഫിൾ ക്ലബ്ബുകളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 100 ദിന പരിപാടി അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ കാട്ടുപന്നി ശല്യത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള കൊല്ലാനുള്ള ഒരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. അതിന് എവിടെയാണ് ഷോർട്ടേജ് ഉള്ളതെന്ന് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് മേഖലയിൽ നിന്നുള്ളവരെ അങ്ങോട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA-മാർ അവരവരുടെ പഞ്ചായത്തുകളിൽ എവിടെയാണ് അതിൻ്റെ പോരായ്മയുള്ളതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റീവർക്ക് ചെയ്യാനൊക്കെ ഒന്ന് നോക്കാം സർ.